ഹായ്, എല്ലാവർക്കും സുഖമില്ല. അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് 2011 മോഡൽ 2012 രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ആപ്പ് വണ്ടി ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത്. KL 18 കേട്ടോ വണ്ടി. അപ്പം വണ്ടിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞ 2011 മോഡലാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ലെവലിലേക്ക് നിങ്ങൾ ഈ വണ്ടി കാണാൻ പോടുള്ളൂ. അപ്പം വണ്ടിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് സൈഡ് രണ്ട് പൈപ്പ്, സ്റ്റീൽ പൈപ്പ് രണ്ട് സൈഡിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഹോണാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലെ ടയർ എന്ന് പറയുമ്പോൾ ഒരു 45-50% ഫ്രണ്ട് ടയർ നമുക്ക് വരുന്നത്. ഇതാണ് ഫ്രണ്ടിലെ വ്യൂ, ഫ്രണ്ടിലെ കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മളെ വണ്ടിന്റെ ഷേപ്പ് കണ്ടല്ലോ, ഈ ഒരു ഷേപ്പാണ് നമുക്ക് വരുന്നത്. ഇതിൽ നമുക്കൊരു വാട്ടർ ചാനൽ വരുന്നുണ്ട്. വണ്ടിമേൽ തന്നെ സ്ക്രൂ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ അതിനോട് ഘടിപ്പിച്ചിട്ടുള്ള തന്നെ ഒരു കർട്ടനും വണ്ടിമേൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ വരുമ്പോൾ നമുക്ക് ബാക്കിത്തെ ടയർ ഏകദേശം ഒരു 80% നമുക്ക് ടയർ വരുന്നുണ്ട്. അതിന് മേലെ ഇങ്ങനെ ചളി തെറിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഷീൽഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് ഈ ഒരു സൈഡത്തെ വ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിന്റെ ബാക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് ബാക്ക് വ്യൂ ഇട്ട് വരുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് ഭാഗത്ത് നമുക്ക് ഈ ഒരു പമ്പർ കുറച്ച് ബാക്ക് തള്ളിയിട്ടാണ് വരുന്നത്. സ്റ്റീലിനെ കുറച്ച് വർക്ക് ഇങ്ങനെ പൈപ്പ് തമ്മിൽ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു രീതിയിൽ. അപ്പോൾ നമ്പർ പ്ലേറ്റും നല്ല രീതിയിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് വണ്ടിന്റെ ഡിക്കി കാണിച്ചു തരാം. വണ്ടിന്റെ ഡിക്കി വരുമ്പോൾ പറയാണ് ഇതിന്റെ കാര്യങ്ങൾ മേജർ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ആ പഴക്കത്തിൻ്റെതായിട്ടുള്ള ചെറുതായിട്ട് അടിമുടി അല്ലാതെ മേജറായിട്ടുള്ള തുരുമ്പോ ഒന്നും വണ്ടിയിലില്ല വരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിന്റെ എൻജിൻ റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻജിൻ റൂം വരുന്നത്. യാതൊരു രീതിയിലുള്ള ലീക്കൊന്നും നിലവിൽ ഇതിലില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ മാത്രം നോക്കണ്ട, നിങ്ങൾക്ക് വന്നിട്ട് വണ്ടി ചെക്ക് ചെയ്യാം. ഇവിടെ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്, അവിടെ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് വരുമ്പോൾ വർക്ക്ഷോപ്പാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടും നിങ്ങൾക്ക് വണ്ടി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് പോവാം. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ വണ്ടിയാണ് നിങ്ങൾക്ക് അറിയാം 2011 നമ്മൾ സ്വാഭാവികമായിട്ട് ലോഡ് കയറ്റും ഒക്കെ കയറ്റും. അപ്പം ചെറിയ രീതിയിലൊക്കെ തട്ടുമ്പോൾ നമ്മൾ ഒട്ടിച്ച് വെക്കാന്നുള്ളൂ, അല്ലാതെ വലിയ കംപ്ലൈന്റോ കാര്യങ്ങളോ അല്ല. അതുപോലെ തന്നെ അങ്ങേ സൈഡിലുള്ള പോലെ ഇവിടെ ഒരു ഇവിടെയും വാട്ടർ ചാനൽ കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് സ്ലൈഡിങ് ഗ്ലാസ് ഉണ്ട്. സ്ലൈഡിങ് ഗ്ലാസ് അത് നല്ലൊരു ഉപകാരമുള്ള സംഭവമാണ്. പിന്നെ ഈ ടയർ എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡത്തെ ടയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു 90% നമുക്കത് ഓടാണ്ട് കേട്ടോ. അപ്പം നിലവിൽ ടയറൊന്നും വലിയ മോശമുള്ള ടയറുകളൊന്നും അല്ല. അപ്പോൾ ഈ സൈഡ് ഇങ്ങനെയാണ് വിശേഷങ്ങൾ വരുന്നത്. വണ്ടിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഡ്രൈവർ സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ല, വലിയ തെറ്റൊന്നുമില്ല. അത്യാവശ്യം നീറ്റുള്ള വണ്ടി തന്നെയാണ്. മറ്റേ പുട്ട സീറ്റും കാര്യങ്ങളൊന്നും അല്ല. അതുപോലെ ഫ്രണ്ട് ഏരിയക്ക് വരുമ്പോഴും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കുഴപ്പമൊന്നുമില്ല. വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പ്ലാറ്റ്ഫോം താഴെ വരുമ്പോൾ യാതൊരു വിധത്തിലുള്ള തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല. പഴക്കത്തിൻ്റെതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ അപാകതകളുണ്ട്. അത് എന്തായാലും 2011 മോഡൽ വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴും വലിയ തുരുമ്പൊന്നുമില്ല. ഇനി ബാക്കിലേക്ക് നമുക്ക് പോകാം. ബാക്കിലേക്ക് പോകുമ്പോൾ ബാക്ക് പ്ലാറ്റ്ഫോമും നിലവിൽ തുരുമ്പില്ല, കണ്ടില്ലേ, വലിയ രീതിയിലുള്ള തുരുമ്പില്ല. പഴക്കത്തിന്റെ ചെറിയൊരു ഇഷ്യൂസേ ഉള്ളൂ, അല്ലാതെ അത് അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് അല്ലാതെ യാതൊരു വിധത്തിലുള്ള തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് സീറ്റും അത്യാവശ്യം നല്ല സീറ്റാണ് കേട്ടോ. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള സീറ്റ് തന്നെയാണ് ഉള്ളത്. അതുപോലെ മുകൾക്ക് നമുക്ക് സീലിംഗ് നോക്കുമ്പോൾ ഇന്നർ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ അന്നത്തെ മോഡലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അന്നത്തെ ഒരു വർക്കാണ് കാര്യങ്ങളുള്ളത്. പിന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റ് നേരെ മുകളിലായിട്ട് ഒരു ലൈറ്റ് വരുന്നുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ വണ്ടിന്റെ വരുന്നത്. പിന്നെ നമ്മളെ മലപ്പുറം ജില്ലക്ക് പുറത്തുള്ള ജില്ലയിലെ ഒരുപാട് ആൾക്കാർ നമുക്ക് വണ്ടിക്ക് വേണ്ടി വിളിക്കലുണ്ട്. വണ്ടി സെയിൽ ചെയ്യാണ്ട് പറഞ്ഞിട്ട് നമുക്ക് വിളിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരെ ചില ജില്ലയിലെ വണ്ടികൾ നമുക്ക് അത്ര ലെവലിൽ എടുക്കാൻ പറ്റില്ല. നമ്മളെ ഇവിടുത്തെ ബഡ്ജറ്റ് റേറ്റിൽ എടുക്കാൻ പറ്റാത്ത ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെയുള്ള നാട്ടുകാർക്ക് തന്നെ സെയിൽ ചെയ്യാൻ നോക്കലുണ്ട്. അപ്പം നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ വണ്ടികൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ നല്ല വണ്ടികൾ വരും, പാർട്ടിന്റെ വണ്ടികൾ വരും, കച്ചവട വണ്ടികളൊക്കെ അതിൽ വരും. താല്പര്യമുള്ളവർക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.10 അതായത് ഇപ്പൊ നിലവിൽ ഒരു മാസം കൂടിയാണ് വണ്ടിക്ക് പേപ്പർ ഉള്ളത്. അത് നമ്മൾ പുതിയ പേപ്പർ നിങ്ങൾക്ക് എടുത്തു തരും. എന്നിട്ട് പുതിയ ഇൻഷുർ, പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്തു തരും. ആ ലെവലിലേക്കാണെങ്കിൽ നമുക്ക് 1.10 വരുന്നത്. അതല്ല നിങ്ങൾ എടുക്കും എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ റേറ്റ് കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് തരാം. അതിന്റെ മാറ്റം ആ റേറ്റ് നല്ലോണം ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.